ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായമാണല്ലോ കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് നമ്മൾ പഠന വിഷയമാക്കിയിരിക്കുന്നത്. ഇന്നത്തെ അനുഗ്രഹീത ശുശ്രൂഷയ്ക്കായി നമ്മെ തന്നെ പൂർണ്ണമായി ദൈവമുൻപാകെ സമർപ്പിച്ച് ഒരു നിമിഷം നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനത്തിൻ്റെ ആഴമായ മർമ്മങ്ങളെയും വചനത്തിൻ്റെ അത്ഭുതങ്ങളെയും കാണേണ്ടതിന് ഞങ്ങളുടെ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. ബാഹ്യമായ കണ്ണുകളെ അടച്ച് ആത്മീകമായ നേത്രങ്ങളെ തുറന്ന് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുവാൻ തക്കവണ്ണം നാഥ, നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം ഞങ്ങൾ ഉദിപ്പിക്കണമേ. ഞങ്ങളെ താഴ്ത്തിയേൽപ്പിക്കുന്നു. മാനവും മഹത്വവും അവിടുന്ന് എടുക്കണമേ. ആയത് നിനക്ക് നിൻ്റെ പിതാവിനും നിൻ്റെ പരിശുദ്ധ റൂഹായിക്കും ഇടപെടാതെ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമീൻ. കർത്താവിൽ പ്രിയരെ, 3-ാം അധ്യായത്തിൻ്റെ തുടർച്ചയായിട്ടാണ് നാം ഈ പഠന പദ്ധതിയിലൂടെ മുന്നോട്ട് പോകുന്നത്. 3-ാമത്തെ അധ്യായത്തിൽ നാം കണ്ടത് നാം ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. വീണ്ടും നമ്മൾ കണ്ടത് നാം ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കെട്ടുപണിക്കാരാണ്. ആ പ്രവൃത്തി പരിശുദ്ധിയോടുകൂടി ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അത് വ്യക്തമായിട്ട് അടിവരയിട്ട് നമ്മൾ ഓർക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നവരായിട്ടാണ് നമ്മെ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോഴും തന്നോടുകൂടെ ഇരിപ്പാനും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അങ്ങനെ ദൈവികമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്നോടുകൂടെ ചേർന്നിരിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. ആ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരുടെ പിൻതലമുറകളാണ് ഞാനും നിങ്ങളും, ദൈവികമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവർ. അങ്ങനെ ദൈവികമായ ശുശ്രൂഷ നമ്മൾ നിർവഹിക്കുമ്പോൾ ആ ശുശ്രൂഷ വളരെ പരിശുദ്ധിയോടുകൂടി ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഓരോ നിമിഷവും നമ്മളുടെ പ്രവൃത്തികളെ ശോധന ചെയ്യുന്നവരായി നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയണം. കുറവുകളെ കണ്ടെത്തി തിരുത്തി മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഈ 3-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ വ്യക്തമായി പറയുന്നു, നിങ്ങളുടെ ഈ പ്രവൃത്തി തീയിൽ ശോധന ചെയ്യപ്പെടും. ഒരുപക്ഷേ സ്വർണത്തിൻ്റെ പരിശുദ്ധി തീയിലിട്ട് ഊതിക്കഴിച്ച് അതിനെ മേൽത്തരം തങ്കമാക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും പരിശുദ്ധി തീയിൽ ശോധന ചെയ്യപ്പെടുന്നതായ ഒരു സമയമുണ്ട്. തീയിൽ നമ്മെ ശോധന ചെയ്യും. പൗലോസ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, അത് തീയോടെ വെളിപ്പെട്ട് വരും. ഓരോരുത്തൻ്റെയും പ്രവൃത്തി തീയിൽ ഊതിക്കഴിച്ച് ശോധന ചെയ്യും. അവിടെ പറയുന്നത് അത് തീയോടെ വെളിപ്പെട്ട് വരും. ഓരോരുത്തൻ്റെയും പ്രവൃത്തി തീയിൽ ഊതിക്കഴിച്ച് ശോധന ചെയ്യും. ഒരുത്തൻ ചെയ്ത പ്രവൃത്തി നല്ലത് എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തു പോയെങ്കിൽ അത് ഛേദമാകും. അപ്പോൾ ഓരോരുത്തൻ്റെയും പ്രവൃത്തി തീയിൽ ശോധന ചെയ്യപ്പെടും. അവൻ്റെ പ്രവൃത്തി പരിശുദ്ധമാണെങ്കിൽ അത് നിലനിൽക്കും, വെന്തു പോകില്ല.
അവന് പ്രതിഫലം കിട്ടും. എന്നാൽ അത് വെന്തുപോയി എങ്കിൽ അവന് ഛേദം വരും. നമ്മളുടെ ആത്മീയ ജീവിതത്തിൻ്റെ പരിശുദ്ധി അളക്കുന്നതായ അനുഭവമാണ് തീയിൽ ഊതിക്കഴിക്കുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടല്ല ഇയ്യോബ് തൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടങ്ങളുടെയും നഷ്ടങ്ങളുടെയും യാതനകളും വേദനകളും രോഗങ്ങളും വന്ന് താൻ ഒറ്റപ്പെട്ട് ആരുമില്ലാതെ ശരീരം മുഴുവനും രോഗം കൊണ്ടും അതോടൊപ്പം തന്നെ വ്രണം കൊണ്ടും മുഴുകി ജീവിച്ചപ്പോൾ അവൻ തൻ്റെ സുഹൃത്തിനോട് പറയുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 23-ാം അധ്യായം 10-ാമത്തെ വാക്യം വളരെ ശ്രദ്ധയോടെ നമ്മൾ വായിക്കുമ്പോൾ, അവൻ എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. അവൻ എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. സാഹചര്യത്തിനനുസരിച്ച് ഞാൻ ഈ വേദഭാഗമൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഓരോ നിമിഷവും ദൈവം എന്നെ ശോധന ചെയ്യുന്നു എന്നുള്ള ഒരു ഉൾബോധം ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഓരോ മക്കളിലും ഉണ്ടാകണം. ഏത് പ്രശ്നങ്ങളുടെ നടുവിലും എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നിനെ പോലെ പുറത്തു വരുമെന്ന് ഇയ്യോബ് പറഞ്ഞതുപോലെ നമ്മെ ശോധന കഴിക്കുന്നതായ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകേണ്ടവരാണ് എന്ന് ഓരോ നിമിഷവും നമ്മൾ ഓർക്കുന്നു എങ്കിൽ നമ്മളുടെ ശുശ്രൂഷകളും നമ്മളുടെ ആത്മീയ ജീവിതവും ദൈവമുൻപാകെ വളരെ വിനയത്തോടും സമർപ്പണത്തോടും ജ്ഞാനമുള്ള ഒരു മുഖ്യ ശില്പിയെ പോലെ അനുഗ്രഹകരമായി പ്രവർത്തിക്കുവാനായിട്ട് കഴിയും. അവിടെ ഈ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയതായ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ കൊണ്ട് പണിയുന്നു എങ്കിൽ അവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. 12-ാമത്തെ വാക്യത്തിലാണ് പൗലോസ് ലീഹ പറയുന്നത്, ക്രിസ്തുവാകുന്ന അടിസ്ഥാന കല്ലിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, കല്ല്, അതുപോലെ തന്നെ വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ കൊണ്ടാണ് പണിയുന്നത് എങ്കിൽ അവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. കാരണം പുല്ലിലും വൈക്കോലിലും സ്വർണത്തിലും വെള്ളിയിലും മേൽത്തരം കല്ലിലുമൊക്കെ ഒരുപക്ഷെ ഡയമണ്ട് ആയിരിക്കാം, വജ്രങ്ങളാണ്. അങ്ങനെ മേൽത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് നിങ്ങൾ പണിയുന്നത് എങ്കിൽ അത് തീയിൽ ശോധന ചെയ്യപ്പെടുമ്പോൾ അതെല്ലാം ഉരുകിപ്പോവും. അതിനൊന്നും നിലനിൽക്കുവാനായിട്ട് സാധ്യമല്ല. അവിടെ ശോധന ചെയ്യപ്പെടുമ്പോൾ നിലനിൽക്കുന്ന അനുഭവമായിട്ട് എൻ്റെ ഈ ആത്മീയ പ്രവർത്തികൾ വിശുദ്ധിയോടുകൂടെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം എനിക്ക് സാധിക്കണം. 12-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പാടുന്നു, യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങൾ ആകുന്നു. നിലത്ത് ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു. അത് നിലത്ത് ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെയാകുന്നു. അപ്പോൾ അവിടെയെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത് ഒരു ശുദ്ധീകരണ പ്രക്രിയ ഉണ്ടാകും. ആ ശുദ്ധീകരണ പ്രക്രിയ നടക്കുന്നത് തീയിലാണ്, അഗ്നിയിലാണ്. അഗ്നിശോധന, അഗ്നിശുദ്ധീകരണം, അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. പ്രവാചകനായ ആമോസിൻ്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു,
യഹോവയായ കർത്താവ് എനിക്ക് കാണിച്ചു തന്നത് എന്തെന്നാൽ യഹോവയായ കർത്താവ് തീയാൽ വ്യവഹരിപ്പാൻ അതിനെ വിളിച്ചു. ആമോസ് പറയുകയാണ്, യഹോവയായ കർത്താവ് എന്നോട് അരുളി ചെയ്തത് എന്തെന്നാൽ യഹോവയായ കർത്താവ് തീയാൽ വ്യവഹരിപ്പാൻ അതിനെ വിളിച്ചു. വീണ്ടും മലാഖി പ്രവചനം അതിൻ്റെ 3-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ കുറച്ചും കൂടെ ആഴമായ ഭയം വരുന്ന ഒരു വാക്യമാണ് ഇവിടെ മലാഖി പ്രവാചകൻ പറയുന്നത്. എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? അവൻ പ്രത്യക്ഷമാകുമ്പോൾ ആർ നിലനിൽക്കും? അവൻ ഊതിക്കഴിക്കുന്നവൻ്റെ തീ പോലെയും അലക്കുന്നവൻ്റെ ചാരവെള്ളം പോലെയും ആയിരിക്കും. അവിടെ പറയുന്നത്, എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും? അവൻ ഊതിക്കഴിക്കുന്നവൻ്റെ തീ പോലെയും അലക്കുന്നവൻ്റെ ചാരവെള്ളം പോലെയും ആയിരിക്കുമെന്ന് മലാഖി പ്രവചകൻ പറയുകയാണ്. പരിശുദ്ധനായ പത്രോസ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം അതിൻ്റെ 7-ാം വാക്യത്തിൽ വീണ്ടും ഇപ്രകാരം പറയുന്നു, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. പത്രോസ്ലീഹ പറഞ്ഞതൊന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കിക്കേ. 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. ഈ ഒരു പരിശോധന മുന്നിൽ കണ്ടുകൊണ്ട് വേണം ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ. പേരിനു വേണ്ടി ഒരു നാമധേയ ക്രിസ്ത്യാനിയായി എങ്ങനെയെങ്കിലും ജീവിച്ചു പോകുവാൻ വേണ്ടിയല്ല ദൈവം നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ് എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ദൈവം എന്നെ വിളിച്ചത് അവൻ്റെ ശിഷ്യത്വത്തിലേക്ക്, അവൻ്റെ മക്കളെന്ന നിലയിൽ, അവൻ്റെ കൂട്ടുവേലക്കാരായി, ദൈവരാജ്യത്തിൻ്റെ ഗൃഹ നിർമ്മാണം നടത്തുന്നവരായി, പരിശുദ്ധിയോടുകൂടെ ആ ശുശ്രൂഷ നിർവഹിക്കുവാൻ തക്കവണ്ണം ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കുമ്പോൾ ആ ശുശ്രൂഷ, ആ നിയോഗം, ആ വിളി വിശുദ്ധിയോടുകൂടി പരിശുദ്ധിയോടുകൂടി നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവമേ, അവിടുന്ന് പരിശുദ്ധനാണ്. ബലവാനെ, അവിടുന്ന് പരിശുദ്ധനാണ്. മരണമില്ലാത്തവനെ, അവിടുന്ന് പരിശുദ്ധനാണ്. ആ പരിശുദ്ധിയോട് ചേർന്ന് നിൽക്കുവാൻ തക്കൊണ്ട് നമുക്ക് സാധിക്കണം. ആ വിശുദ്ധിയോട് അശുദ്ധിക്ക് ചേർന്ന് നിൽക്കുവാനായിട്ട് സാധ്യമല്ല. അശുദ്ധിയാണെങ്കിൽ, ലോകത്തിൻ്റേതായ ലക്ഷ്യങ്ങളാണെങ്കിൽ, സമ്പത്തിൻ്റേതായ ഒരു മാർഗമാണെങ്കിൽ, അതുപോലെ തന്നെ ഭിന്നതയുടെ ഒരു മാർഗമാണെങ്കിൽ, അഹങ്കാരത്തിൻ്റെ മാർഗമാണെങ്കിൽ, ധാർഷ്ട്യത്തിൻ്റെ മാർഗമാണെങ്കിൽ, അനുസരണമില്ലായ്മയുടെ മാർഗമാണെങ്കിൽ, വിനയമില്ലായ്മയുടെ മാർഗമാണെങ്കിൽ, നീ കെട്ടിപ്പടിഞ്ഞത് അത് സ്വർണമായാലും വെള്ളിയായാലും മേൽത്തരം കല്ലുകൊണ്ടായാലും അത് പുല്ലുകൊണ്ടായാലും വൈക്കോല് കൊണ്ടായാലും തീയിൽ ഊതിക്കഴിക്കുമ്പോൾ അത് വെന്തുപോകും. അപ്പോൾ പുറമേയുള്ള ഒരു ചിത്രം വരച്ച് കാട്ടുകയല്ല, അകമേയുള്ള പരിശുദ്ധിയായിരിക്കണം നിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഉരകല്ല്. അത് വ്യക്തമായി മനസ്സിലാക്കി ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മളുടെ ആത്മീയമായ ശുശ്രൂഷ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണി നിർവഹിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അവിടെയാണ് പൗലോസ്ലീഹ നമ്മോട് പറഞ്ഞത്, നമ്മളുടെ ശുശ്രൂഷ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയാണ്. ആ പണിതുയർത്തുന്ന സൗധം
തീയിൽ പരിശോധിക്കുമെന്നും അപ്പോൾ എന്തൊക്കെ നിലനിൽക്കുമെന്നും എന്തൊക്കെ വെന്തുപോകുമെന്നും മുന്നമേ കണ്ടുകൊണ്ട് വേണം ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണത്തിൽ നമ്മൾ ഏർപ്പെടുവാൻ. ആ ഒരു ഉത്ബോധം നമ്മളുടെ മനസ്സിൽ ഉണ്ടാകണം. വീണ്ടും 3:16-17 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പുതിയ ഒരു ടേം കൂടെ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു. യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്, അതിൽ തന്നെ നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷിയാണ് എന്നും പൗലോസ്ലീഹ പറഞ്ഞു. വീണ്ടും പൗലോസ്ലീഹ പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൻ്റെ ഗൃഹ നിർമ്മാണമാണ്. ആ ഗൃഹനിർമ്മാണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുപണിക്കാരാണ് നമ്മൾ. ആ പണിതുയർത്തുന്ന സൗധം അഗ്നിയിൽ ശോധന ചെയ്യപ്പെടുന്നതായ ഒരു സമയമുണ്ട്. നാം എന്തുകൊണ്ടാണ് കെട്ടിപ്പണിതത്? അത് നിലനിൽക്കുന്നതാണോ വെന്തുപോകുന്നതാണോ എന്ന് ഇവിടെ വെച്ച് തന്നെ നമ്മളുടെ ശുശ്രൂഷയിൽ നമുക്ക് ഉറപ്പിക്കുവാനായിട്ട് സാധിക്കണം. വെന്തുപോകുന്നത് ആണ് എങ്കിൽ നമുക്ക് നിലനിൽക്കുവാനായിട്ട് സാധ്യമല്ല. ലോകത്തിലെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി, നേട്ടങ്ങൾക്ക് വേണ്ടി ഉള്ള സുവിശേഷ പ്രവർത്തനമാണ് എങ്കിൽ അത് നിലനിൽക്കുകയില്ല. ഈ ആഡംബരങ്ങളോ നീ കരുതി വെച്ചതോ നിൻ്റെ ഓട്ടത്തിൻ്റെ ലക്ഷ്യത്തിലൂടെ നീ ഭൗതികമായതാണ് നേടാനായിട്ട് പരിശ്രമിച്ചതെങ്കിൽ അത് എന്ത് തന്നെ ആയിരുന്നാലും അത് തീയിൽ ഊതിക്കഴിക്കുമ്പോൾ, അഗ്നിയിൽ ഊതിക്കഴിക്കുമ്പോൾ, ശോധന ചെയ്യുമ്പോൾ അതെല്ലാം വെന്തുപോകും. അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണി, കർത്താവിൻ്റെ കൂട്ടുവേലക്കാർ, കർത്താവിൻ്റെ ഗൃഹനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഓരോ നിമിഷവും അവരുടെ ശുശ്രൂഷയെ പറ്റിയുള്ള പൂർണ്ണമായ സമർപ്പണത്തിലും പരിശുദ്ധിയിലും മുന്നോട്ട് പോകണം എന്നാഹ്വാനം ചെയ്തിട്ട് പരിശുദ്ധനായ പൗലോസ്ലീഹ 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ പറഞ്ഞു, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു. ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ആലയം വിശുദ്ധമാകുന്നു, അത് നിങ്ങൾ തന്നെയുമാകുന്നു. അപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. കാരണം ദൈവത്തിൻ്റെ ആത്മാവാണ് ഈ ആലയത്തിൽ വസിക്കുന്നത്. അത് നിങ്ങൾ ഓരോരുത്തരും തന്നെയാണ് ഈ ദൈവത്തിൻ്റെ ആലയം. ഇത് പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത് സഭയെ അവിടുത്തെ വിശ്വാസികളുമായി ബന്ധപ്പെടുത്തി പറയുന്നതായ ഒരു വേദഭാഗമാണെങ്കിലും വളരെ ആനുകാലിക പ്രസക്തിയോടുകൂടി നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ആത്മപരിശോധന ചെയ്യപ്പെടേണ്ട ഒരു വേദവാക്യം കൂടിയാണ്. കൊരിന്ത് സഭ ദൈവം വസിക്കുന്ന ആലയമാണ്. ഓരോ ക്രിസ്ത്യാനിയും ദൈവം വസിക്കുന്ന ആലയമാണ്. പരിശുദ്ധ സഭയും ഓരോ വിശ്വാസിയും വിശുദ്ധിയുടെ കേദാരങ്ങളാണ്. കാരണം പരിശുദ്ധ മാമോദീസായിലൂടെ ലോകത്തെ ത്യജിച്ചിട്ട് ക്രിസ്തുവിനെ സ്വീകരിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. അവിടെ വ്യക്തമായിട്ട് ദൈവസന്നിധിയിൽ ഈ ജ്ഞാനസ്നാനത്തിനു വേണ്ടി വരുന്ന പൈതലിനു വേണ്ടി ആ കുഞ്ഞിൻ്റെ തലത്തൊടുന്ന പിതാവ് അല്ലെങ്കിൽ മാതാവ് ദൈവസനിൽ എടുക്കുന്നൊരു പ്രതിജ്ഞയുണ്ട്. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, യേശുവിനെ സ്വീകരിക്കുന്നു. സാത്താനെ ഉപേക്ഷിച്ചിട്ട് എൻ്റെ രക്ഷിതാവായ ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് അവനെ എൻ്റെ രക്ഷിതാവായിട്ട് ഞാൻ സ്വീകരിക്കുന്നു എന്നുള്ള പ്രതിജ്ഞയാണ് പ്രധാനമായും
മാമോദീസയിലൂടെ നിർവഹിക്കപ്പെടുന്നത്. ലോകത്തിൻ്റെ ശക്തികളെ, പിശാചിൻ്റെ പ്രവൃത്തികളെ, സാത്താൻ്റെ ദംശനങ്ങളെ എല്ലാം തള്ളിക്കളഞ്ഞിട്ട് ലോകരക്ഷകനായ എനിക്ക് വേണ്ടി ജീവൻ നൽകി എന്നെ വീണ്ടെടുത്ത എൻ്റെ കർത്താവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ജീവിക്കുന്നവരാണ് പരിശുദ്ധ മാമോദീസയിലൂടെ കടന്നു വന്ന ഏതൊരു ദൈവ പൈതലും. കാരണം ജഡസംബന്ധമായി ഞാൻ ജനിച്ചു എങ്കിൽ മാമോദീസയിലൂടെ ആത്മസംബന്ധമായി ഞാൻ വീണ്ടും ജനിച്ചു. എൻ്റെ മാതാപിതാക്കളുടെ ജഡരക്തങ്ങളിലൂടെ ഒരു മാംസപിണ്ഡമായി ഞാൻ ജനിച്ചു എങ്കിൽ പരിശുദ്ധ മാമോദീസയിലൂടെ സ്നാനത്തിലൂടെ ക്രിസ്തുവിൽ വീണ്ടും ജനിക്കുന്ന അനുഭവം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നതായ അനുഭവം, ലോകത്തിൻ്റെതായ ശക്തികളെ എല്ലാം പുറത്താക്കിയിട്ട് അതിനെ വിശുദ്ധീകരിച്ച്, ആ പൈതലിനെ വിശുദ്ധീകരിച്ച് പരിശുദ്ധ മൂറോൻ തൈലം കൊണ്ട് ആ കുഞ്ഞിനെ അഭിഷേകം ചെയ്ത് അതിനെ ദൈവത്തിൻ്റെ മന്ദിരമാക്കി തീർക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു എന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാകുന്നു, അത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ദൈവം വസിക്കുന്ന ദൈവത്തിൻ്റെ ആലയങ്ങളാണ്, മന്ദിരങ്ങളാണ്. ആ ദൈവത്തിൻ്റെ ആലയത്തെ ആത്മീയമായ അനുഗ്രഹങ്ങളിൽ കാത്തു സൂക്ഷിക്കേണ്ട ഒരു മന്ദിരമാണ് നമ്മളുടെ ശരീരം. ഒരു ദേവാലയത്തിൽ എപ്രകാരം ആത്മീയമായ ആരാധന നടക്കുന്നുവോ, ആ ദേവാലയത്തിൽ കർത്തൃ ശരീരങ്ങൾ മുറിക്കപ്പെടുകയും അത് നൽകപ്പെടുകയും അനുഭവിക്കപ്പെടുകയും ചെയ്യുന്നുവോ, അനവരതമായ സ്തുതി സ്തോത്രങ്ങൾ ദേവാലയത്തിൽ നിന്നും ഉയരുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു എന്നും ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് എന്നും ആ ദൈവത്തെ അനവരതമായി സ്തുതിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടുന്ന, ആരാധന സമർപ്പിക്കപ്പെടുന്ന, അവൻ്റെ തിരുശരീരക്തങ്ങളെ മുറിക്കപ്പെടുന്ന, അവൻ്റെ തിരുശരീരക്തങ്ങളെ അനുഭവിക്കപ്പെടുന്ന, അതിൽ ആത്മീയമായ സന്തോഷവും ആനന്ദവും പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ദൈവത്തിൻ്റെ മന്ദിരമാണ് ഞാനും നിങ്ങളും എന്ന് പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് നമ്മെ ഇതിലൂടെ പഠിപ്പിക്കുന്നു. ഇന്ന് പലപ്പോഴും ആധുനിക കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ ആലയങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള വളരെയേറെ ഉത്സാഹം നമ്മൾ കാണുന്നുണ്ട്. കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും ഒക്കെ പടുതുയർത്തി ആ ദേവാലയങ്ങൾ സംരക്ഷിക്കുവാൻ തക്കവണ്ണം വളരെ ഉത്സാഹിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന നിൻ്റെ മന്ദിരത്തെ, ദേവാലയത്തെ നീ നശിപ്പിച്ചിട്ട് മറ്റ് ദേവാലയങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ഓരോ വിശ്വാസിയും ചിന്തിക്കണം. സംരക്ഷിക്കപ്പെടേണ്ടത് ഒന്നാമതായിട്ട് ഈ മന്ദിരമാണ്. എന്നിലെ മന്ദിരം, ദൈവത്തിൻ്റെ മന്ദിരം, ആ ദൈവത്തിൻ്റെ മന്ദിരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു എന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തിലും ഉത്ബോധത്തിലും നമ്മൾ ജീവിക്കുമ്പോൾ ബാക്കിയെല്ലാം സംരക്ഷിക്കപ്പെടും. അപ്പോൾ കല്ലും മണ്ണും കൊണ്ടുള്ള ദേവാലയത്തേക്കാൾ പ്രധാനമായി കരുതേണ്ടത് നമ്മളുടെ ശരീരമാകുന്ന ദൈവത്തിൻ്റെ മന്ദിരത്തെയാണ് എന്നുള്ള ഓർമ്മ നമുക്കുണ്ടാകണം. അങ്ങനെ എൻ്റെ മന്ദിരം
ദൈവത്തിൻ്റെ മന്ദിരമായി രൂപപ്പെടുമ്പോൾ, ദൈവാത്മാവ് എന്നിൽ വസിക്കുമ്പോൾ, ദേവാലയത്തെ നശിപ്പിക്കുന്ന ഛിദ്രവാസനകളും അതുപോലെ തന്നെ മറ്റ് തിന്മകളുമൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് സ്വയമേ ഇല്ലാതെയാകും. കാരണം ദൈവത്തിൻ്റെ ആത്മാവാണ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നത്. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുന്നത് 18 മുതലുള്ള വാക്യങ്ങൾ പറയുമ്പോൾ, നിങ്ങൾ ആത്മവഞ്ചന നടത്തരുത്. എന്താണ് ആത്മവഞ്ചന? ദൈവികമായി ശുശ്രൂഷ, സമർപ്പിതമായ നിയോഗം നമ്മൾ ഏറ്റെടുത്തിട്ട് ആത്മവഞ്ചന നടത്തുന്നവരായി നമ്മൾ മാറരുത്. ദൈവത്തിൻ്റെ വിളിക്ക് യോഗ്യമായ വണ്ണം പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കണം. ആ ദൈവത്തിൻ്റെ വിളി ശുശ്രൂഷ മറയാക്കിക്കൊണ്ട് അതിലൂടെ മറ്റെന്തെങ്കിലും ഭൗതികമായ നേട്ടങ്ങളാണ് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ പിശാചാണ്, നീ സാത്താൻ്റെ സന്തതിയാണ്. ദൈവത്തിൻ്റെ മക്കൾ ഭൗതികമായ നേട്ടത്തിന് വേണ്ടി ഓടുകയല്ല. കർത്താവിൻ്റെ വേലയെ തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരമെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിലുള്ളതിനെ ചപ്പും ചവറുമായി പൗലോസ്ലീഹ എണ്ണി. ഒന്നിനും, ലോകത്തിലുള്ള ഒന്നിനും പൗലോസ്ലീഹയെ സ്വാധീനിക്കാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. നമ്മളുടെ ആത്മീയ ശുശ്രൂഷ ക്രിസ്തുവിന് വേണ്ടിയായി തീരണം, നമുക്ക് വേണ്ടിയാകരുത്. ദൈവത്തിൻ്റെ വേല തികയ്ക്കുന്നതായിരിക്കണം നമ്മളുടെ കഠിനാധ്വാനം, നമ്മളുടെ പരിശ്രമം. ആ കഠിനാധ്വാനവും പരിശ്രമവും നമ്മളുടെ ശുശ്രൂഷയും അത് തീയിലൂതി കഴിക്കുമ്പോൾ നിലനിൽക്കുന്നതാവണം, അഗ്നിശോധനയിൽ വെന്തു പോകുന്നതാവരുത്. അതുകൊണ്ട് കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ ശുശ്രൂഷകൾ ദൈവികമായ സമർപ്പണത്തിൻ്റെ, പരിശുദ്ധിയുടെ അനുഭവങ്ങളായി തീരട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.